ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ രാവിലെ ഉറക്കൊക്കെ എണീറ്റ് വന്നൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. ആ സമയത്തായിരുന്നു മോൾ എണീറ്റ് വന്നത്. മോൾ എണീറ്റ് വന്നപ്പോൾ അവളെ ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അവളെ ഒന്ന് ഫ്രഷായി സെറ്റാക്കിയതിന് ശേഷം ഞാൻ പല്ലേക്കാൻ റെഡി. ഞാനും പല്ല് തേച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. അപ്പോൾ അലക്കേണ്ടതൊക്കെ ഞാനെടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് സെറ്റായി. കല്ലിൽ അലക്കേണ്ട തുണി ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കല്ലിൽ അലക്കേണ്ടതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ വന്ന് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ചീകി ഒന്ന് ഒരു ഫ്രഷ് ലുക്ക് വരുത്താൻ തീരുമാനിച്ചു. മുടിയൊക്കെ ഒന്ന് കോരി വാരി ഒതുക്കി കെട്ടി വെച്ചതിന് ശേഷം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. മോയ്സ്ചറൈസർ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. സൺസ്ക്രീൻ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അതിനിടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റായതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടായത് ഗോതമ്പ് ദോശയും മീൻ കറിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും അലക്കിയ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ എല്ലാം അടിച്ചിരുന്നു. അപ്പം അതൊക്കെ ഒന്നെടുത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവാണ്. അപ്പം വാഷിംഗ് മെഷീനിലുള്ള ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് അങ്ങനെ ബക്കറ്റിലൊക്കെ കൊണ്ട് ഞാനും എൻ്റെ മോളും കൂടി തുണി വിരിക്കാൻ മേലോട്ട് പോവാണ്. അപ്പോൾ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നല്ല വെയിൽ, നട്ടപ്ര വെയിലായിരുന്നു. തുണിയൊക്കെ വിരിച്ചതിന് ശേഷം കറി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കറി വേണ്ടിയിട്ട് തേങ്ങ ചിരകി അതൊക്കെ അരച്ച്, പിന്നെ മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പം അരക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജാറ് മിക്സിയിൽ സ്റ്റക്കായിപ്പോയി. അതിനെൻ്റെ ഇനിയും വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് കറിക്ക് നമ്മൾ കൊണ്ട് അരവൊക്കെ കൂട്ടി കടുക് പൊട്ടിച്ച് ഒഴിക്കും. നമ്മുടെ മീൻകറിയിലൂടെ കടുക് പൊട്ടിച്ചൊഴിക്കും. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കി. വാ, സൂപ്പർ.